ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയനി അനാമിക തൻ്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് നേരിൽ കാണട്ടോ. അപ്പോൾ ആ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നന്ദുവിൻ്റെ കൂട്ടുകാരും അനിയും കൂടി ഒരുമിച്ച് കൂട്ടാണ് കേട്ടോ. അപ്പോൾ അനി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമാധാനം ഇപ്പോൾ നന്ദുവുമായുള്ള ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിലാണ്. എനിക്കിപ്പോൾ മനസ്സിന് കുറച്ചൊക്കെ ഒരു ആശ്വാസമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ അനിയുടെ ഫ്രണ്ട് പറയണേ, എടാ നീ ഇവളുമായി ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടിയത് നന്നായി, പക്ഷേ നിൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണെന്ന് നിൻ്റെ ഭാര്യ മനസ്സിലാക്കില്ല, വേറെ അർത്ഥത്തിലാണ് കാണുക എന്നിങ്ങനെ പറയാനായിട്ട്. അപ്പോൾ അത് കേൾക്കുന്ന നന്ദ പറയണേ, ശരിയാണ് അനി, നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വരുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ വരാൻ എനിക്ക് കഴിയില്ല. കാരണം നീയും ഞാനുമായി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും, അത് എൻ്റെ ചേച്ചിമാരെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാനില്ല. പിന്നെ നിൻ്റെ വല്യമ്മ എന്ന് പറയുന്നവർ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇനി അത് എന്നാ പൊട്ടലും ചീറ്റലും ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബത്ത് കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ അനാമികക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അനി പറയണം, അത് നീ പറഞ്ഞത് ശരിയാണെന്ന് പറയണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഒളിച്ചും പാത്തൊക്കെ ആവാം എന്ന് പറയണം. അപ്പോഴേക്കും അവിടെ ഒരാൾ പറയണേ, എടാ കുറച്ച് ചാരിറ്റി പ്രവർത്തനം ചെയ്യണം, അതിനുള്ള ക്യാഷ് കുറച്ച് പിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. കാരണം ആ ആൾക്ക് കുറച്ച് കൊടുക്കാനുണ്ടെടാ, നമുക്കത് ചെയ്താലോ എന്ന് പറയുമ്പോൾ നന്ദു പറയണത് ശരിയാണ്, നമുക്ക് പോവാമെന്ന് പറയട്ടെ. അങ്ങനെ ഓരോരുത്തരും ഓരോ എമൗണ്ട് ഇടാണ്. അപ്പോൾ ഈ സമയം ചിലവരൊക്കെ 200 300 അങ്ങനെയൊക്കെ എമൗണ്ട് ഇടുന്നത്. അപ്പോൾ ഉടൻ തന്നെ നന്ദുവിൻ്റെ കൂട്ടുകാരൻ അതിലൊരാൾ പറയണേ, ഇവനൊക്കെ പിന്നെ ലക്ഷക്കണക്കിന് ചാരിറ്റി ചെയ്യുന്നവനല്ലേ, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ക്യാഷ് ഇവന് തരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എടാ നീ അവനിങ്ങനെ കളിയാക്കണ്ട, അനി നമുക്ക് വേണ്ടത് തരുമെന്നിങ്ങനെ അവർ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയണേ, അനി നീ എത്രയാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ, എൻ്റെ വക ഒരു 10,000 രൂപ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ, അത്രയൊന്നും വേണ്ട അനി, നീ ഒരു 200 300 ഞങ്ങൾ കൊടുക്കുന്നെങ്കിൽ നീ ഒരു 1000 1500 അങ്ങനെയെങ്കിലും എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയാനായിട്ടാ. അപ്പോൾ അനി പറയണേ, അത് വേണ്ട, ഇവൻ പറഞ്ഞത് ശരിയാണ്, ലക്ഷക്കണക്കിന് ഈ പൈസ ഞാൻ ഓരോരുത്തർക്കും കൊടുക്കാറുണ്ട്, അത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടല്ല, ഇന്ന് മാത്രമല്ലേ നിങ്ങൾ 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരുന്ന അറിയുന്നുള്ളൂ, എന്നാൽ ഞാനും എൻ്റെ ആദർശേട്ടനും അങ്ങനെയല്ല, ഞങ്ങൾക്ക് കിട്ടുന്നതിൽ പകുതി പൈസയും അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ അനന്തപുരിക്കാർ ഇറക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ട് അനി തൻ്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ആകെ 2,500 ഉള്ളൂ കേട്ടോ. ഇത് കാണുന്ന അനി ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ എന്താണ് നീ പേഴ്സിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നത്, ഇത്രയും വലിയ പണക്കാരനായിട്ട് നീ കഞ്ചൂസാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അനി പറയണം, അല്ല ഇന്നലെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിൽ അത്യാവശ്യം പൈസ ഞാൻ വെച്ചിരുന്നല്ലോ, 10,25,000 രൂപ ഉണ്ടായിരുന്നല്ലോ, ഇന്നിപ്പോൾ എൻ്റെ പേഴ്സിൽ ആകെ 500 കാണുന്നുള്ളൂ. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ അനിയുടെ കൂട്ടുകാർ പറയണം, എടാ അത് നിൻ്റെ ഭാര്യ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും, അവൾക്ക് അത് തന്നെയല്ലേ പണി, കക്കലും മോഷ്ടിക്കലൊക്കെ അവളുടെ പണിയെന്ന് പറയുമ്പോൾ നന്ദു പറയണേ, വെറുതെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കാതെ എന്നിങ്ങനെ നന്ദു പറയണ്ട. അപ്പോഴേക്കും അനി പറയണേ, നന്ദു നീ അവരെ വഴക്ക് പറയണ്ട, അതെൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും മോഷ്ടിച്ചിട്ടുണ്ടാവുക, അവൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, അവൾ ലോകത്തറയാണ്, അവൾ പണമുള്ള വീട്ടിലൊന്നുമല്ല, അവൾ പാവപ്പെട്ട വീട്ടിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു ചോദിക്കാൻ, നിനക്കെന്താ അങ്ങനെ തോന്നാൻ, അവളുടെ അച്ഛനും അമ്മമാരുടെ കാട്ടിക്കൂട്ടൽ പലതും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, കാറ് കൊണ്ടുവന്നു, പിന്നെ കാർ ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ആഡംബരമായ കാട്ടിക്കൂട്ടലേ ഉള്ളൂ, പക്ഷേ അത് കയ്യിലെത്തുന്ന പ്രവൃത്തിയില്ല എന്ന് പറയണ്ട. എന്നാൽ ഈ സമയം നന്ദു പറയണേ, എന്തായാലും ഇനി റൂമിൽ ക്യാഷ് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ, എന്തായാലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അധികം വേണ്ട, ഇനി എന്തായാലും അനി പോയിക്കോ എന്ന് പറയണ്ട. അങ്ങനെ അനി റൂമിൽ ചെല്ലാണ്. അപ്പോൾ അനാമിക അവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. എൻ്റെ പണം മോഷ്ടിച്ചതും പോരാ, എന്നിട്ട് കാട്ടിക്കൂട്ടൽ കണ്ട അവളുടെ അച്ഛൻ്റെ പണം കൊണ്ടാണ് അവൾ ജീവിക്കുന്നത് എന്നുള്ളത്, എന്നാൽ നിന്നെ ഇന്ന് ഞാൻ കയ്യോടെ പിടികൂടടി, നീ എൻ്റെ പണം എടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കൊന്ന് അറിയണടി എന്നിങ്ങനെ അനി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനി തൻ്റെ കവിത ഇങ്ങനെ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അനാമിക, ഇവൻ വീണ്ടും കവിത എഴുത്ത് തുടങ്ങിയോ, ഇനിയിപ്പോൾ ആരാണാവോ ഇവൻ്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നിങ്ങനെ അനാമിക മനസ്സുകൊണ്ട് വെറുതെ പറഞ്ഞു വരുമ്പോൾ അനി ചോദിക്കുകയാണ്, എന്തെങ്കിലും നീ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, നിന്നോടൊന്നും സംസാരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അനാമികയും പറയാൻ കേട്ടാ. അപ്പോൾ അനാമികയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലത് തൻ്റെ നാവ് ഉള്ളിലോട്ട് ഇടുകയാണ്, കാരണം ഇവളെപ്പോലെയുള്ളവളോട് സംസാരിക്കുന്നതിൽ നല്ലത് അതാണെന്ന് മനസ്സിലാക്കിയ അനി സംസാരം നിർത്തണം കേട്ടോ. എന്നിട്ട് അനി ഇങ്ങനെ കവിത എഴുതി തുടങ്ങുമ്പോഴാണ് അനിയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫോൺ അനി എടുക്കുമ്പോൾ അനിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി കാണുകയാണ്. അത് കാണുന്ന അനാമികയ്ക്ക് എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് തോന്നുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ ചെറുതായി ഈ ഒരു പുഞ്ചിരിയോടുകൂടി ഈ ഒരു ഫോൺ എടുത്ത് പുറത്തോട്ട് കടന്ന് പോകുമ്പോൾ അനാമിക, അവനിപ്പോൾ ഇനി അവളാണോ വിളിച്ചിട്ടുണ്ട്, അവൻ്റെ മുഖം കാണുമ്പോൾ അങ്ങനെയുണ്ടല്ലോ, അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയാണല്ലോ കണ്ടത്, എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് അനാമിക അനിയുടെ പിറകെ വരേണ്ട. അപ്പോൾ അനിയാണെങ്കിലോ, എന്താ നന്ദു നീ വിളിച്ചത്? ഒന്നുമില്ല, ഞാൻ വിളിച്ചത് നീ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് ഓൺലൈനായി ക്യാഷ് അയച്ചു വന്നിട്ടുണ്ടല്ലോ, അത്രയും ക്യാഷ് ഒന്നും വേണ്ട, നീ എന്തിനാ അത്രയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ അത് ഉണ്ടായിക്കോട്ടെ, അത് ഞാൻ നിന്നോട് വിളിച്ച് പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ ഞാൻ വിളിക്കാതിരുന്ന റൂമിൽ അനാമികയുണ്ട് എന്ന് പറയട്ടോ. അപ്പോഴേക്കും അനാമികയുടെ മനസ്സിൽ തോന്നാണ്, ഈശ്വര ഞാൻ ഇവൻ്റെ പിറകെ പോകുന്നതിനേക്കാൾ നല്ലത് ഇവൻ ഇനി റൂമിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമയം ഉണ്ടാവില്ല, കവിത എഴുതൽ തുടങ്ങിയല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാനാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഈ പണം എടുക്കാൻ വേണ്ടി അനാമിക
അനാമിക ഈ ഒരു ഫോൺ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ. അങ്ങനെ അനാമിക ഓടിച്ചെന്ന് അനിയുടെ റൂം ഇങ്ങനെ മൊത്തത്തിൽ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഈ സമയം അനാമിക ഇതൊക്കെ ഇങ്ങനെ തിരയുന്ന സമയത്ത് എന്ന് വെച്ചോട്ടല്ല പേഴ്സ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അനാമിക അലമാറ തുറന്ന് അലമാറക്കുള്ളിൽ സെൽഫി വെച്ചിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കാനായിട്ട്. അപ്പോഴേക്കും അനിയോട് നന്ദു പറയണ ഫോൺ വെച്ചേക്ക്, ഇനി നമുക്ക് പിന്നെ സംസാരിക്കാം, ഇനി ആ വീട്ടിൽ നമ്മൾ കാരണം ഒരു വഴക്കുണ്ടാവരുത്, അതുകൊണ്ട് നീ നിൻ്റെ കവിതയിൽ ഇനി പഴയതുപോലെ ശ്രദ്ധിച്ചു തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി നന്ദു ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് റൂമിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അനാമിക കാണാൻ തൻ്റെ പേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ അതിലോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം അതിൽ നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാനില്ല. അപ്പോൾ ഉടനെ അനി ചോദിക്കണേ, എന്താ പതിവ് പോലെ കക്കുന്ന ആ പരിപാടി നിൻ്റെ അടുത്തില്ലേ, ഇന്ന് കക്കാൻ എനിക്കതിൽ പണം കാണാനില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ കക്കുകയെ, എൻ്റെ ഭർത്താവിൻ്റെ പേഴ്സ് ഞാനൊന്ന് നോക്കിയെന്ന് വെച്ച് അത് മോഷണമാവുമോ എന്ന് ചോദിക്കുമ്പോൾ നീ പിന്നെ മോഷ്ടിക്കാതെ നീ എന്താണ് ചെയ്യുന്നത്, ഭർത്താവിൻ്റെ പേഴ്സിൽ നിന്ന് എടുക്കുന്നത് തെറ്റില്ല, പക്ഷെ അത് ഭർത്താവിനോട് ഒന്ന് ചോദിച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് എടുത്തിട്ടുണ്ട് എന്ന് പറയണം, അതുമില്ലാതെ നീ ഇങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് എൻ്റെ പേഴ്സ് എടുത്ത് കാണാതെ മോഷ്ടിക്കുന്നത് മോഷണം തന്നെ എന്നാ പറയുന്നത് എന്ന് പറയണ്ട. അപ്പോൾ അനാമിക അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജാനകി വരുന്നത് കാണണം കേട്ടോ. ആഹാ, അപ്പോൾ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ഇല്ലല്ലേ, എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പണത്തിൻ്റെ കുറവെന്താണെന്ന് അറിയാതെ വളർന്നവളാണ് ഞാൻ, എന്നാൽ ഇപ്പോൾ എനിക്ക് 1 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിന്നോട് ചോദിക്കണം, എൻ്റെ അച്ഛനോട് പറഞ്ഞ എൻ്റെ കൂടെ ലക്ഷങ്ങളുണ്ടാവും, പക്ഷേ എന്നാലും എൻ്റെ അച്ഛനോട് ചോദിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കേണ്ടതല്ല അച്ഛനല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴക്കൂടുമ്പോൾ ജാനകി പറയാണ്, എന്താ പ്രശ്നം, ഇവിടെ എന്നും നയനയും ആദർശമായിരുന്നു ഇങ്ങനെ വഴക്ക്, ഇപ്പോൾ നിങ്ങളായി, എന്താ പ്രശ്നം, ഇപ്പോൾ ആ നയനയും ആദർശം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഇവിടെ ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്, എന്താണ് അനാമിക നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയണം, അമ്മേ ഞാൻ ഇവൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്തു, ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിരുന്നു, അവർക്ക് അവരുടെ മകളെ പഠിപ്പിക്കാൻ ഫീസ് ഇല്ലെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവർ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛനോട് ചോദിക്കണ്ടേ എന്ന് കരുതി തന്നെ ഓൺലൈനായി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അനിയുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു, അതിനാണ് ഇവൻ എന്നെ കുറ്റം പറയുന്നത്. അത് കേൾക്കുന്ന ജാനകി പറയാണ്, നിൻ്റെ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് ഞാൻ എത്ര തവണ പൈസ എടുത്തിട്ടുണ്ടതാ, എന്നിട്ട് ഞാനത് ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് ഇതുവരെ കേൾപ്പിച്ചിട്ടുണ്ടാ, എന്ത് വൃത്തികെട്ടവനാണ് നിൻ്റെ ഭാര്യയല്ലടാ ഇവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ മരുമകളുടെ കണ്ണീര് കണ്ട് അമ്മ വീഴേണ്ട, അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, അമ്മയ്ക്ക് നാളെ ഇവള് പണി തരാൻ മടിക്കില്ല, നീ ഒന്നും മിണ്ടാതിരിക്കടാ, നിൻ്റെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള ആ കഴിവില്ലാതെ കണ്ട് ഏത് സമയം ഇവളോടുമായി നീ വഴക്കിടുന്നത് എന്തിനാണ്, ഇവളുടെ അച്ഛൻ്റെ അടുത്തുള്ള പണം നിൻ്റെ ഉണ്ടോ എന്നുള്ള സംശയമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനിയോട് ചൂടാകുമ്പോൾ അനിക്ക് മനസ്സിലാവണം തൻ്റെ അമ്മയോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സമയം അനാമി, എൻ്റെ അടുത്താണ് കളി, നിൻ്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, ഞാനും എൻ്റെ അച്ഛനും പെരും കള്ളന്മാരാണെന്ന് ഞങ്ങൾക്ക് തന്നെ നന്നായി അറിയാം, പക്ഷെ ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ആരുടെ അടുത്തൊന്നും മോഷ്ടിക്കാറുള്ളൂ, നിങ്ങൾക്ക് ആർക്കും ഞങ്ങളെ പിടിക്കാൻ കഴിയില്ലടാ എന്നിങ്ങനെ മനസ്സുകൊണ്ട് അനാമിക പറയുമ്പോൾ നീ പറയുന്നത് എന്താടി എന്ന് എനിക്കറിയാം, പക്ഷേ ഏതൊരു കള്ളനും പിടിക്കപ്പെടുന്ന ഒരു ദിവസം വരെ അത് നിന്നെ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയണ്ട. അങ്ങനെ അനാമിക താൻ രക്ഷപ്പെട്ടു എന്ന ഭാവത്തിൽ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ. പിന്നീട് ബാൽക്കണിയിൽ പോയിട്ട് നന്ദുവിനെ വിളിക്കണം. അപ്പോൾ നന്ദു കുറച്ച് റിങ് ചെയ്തതിന് ശേഷമാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ നീ എന്തിനാ വീണ്ടും വിളിച്ചിരിക്കുന്നത്, അനാമിക ഉള്ളതല്ലേ, വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ, അല്ല നീ എന്താ ഫോൺ എടുക്കാൻ ഇത്ര ലേറ്റ് ആയത്, അത് ഞാൻ പഠിക്കുകയായിരുന്നു. എന്ത് പഠനം, അത് ഞാനത് ആരും അറിയാതെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്, എന്തിനാ നീ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ SI ടെസ്റ്റ് എഴുതുന്നത് നിനക്കറിയോ എന്ന് എനിക്കറിയില്ല, ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല, അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആഗ്രഹം അതാണ്, അതിനുള്ള ആ ഒരു പരിപാടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് അനി പറയാണ്, എന്തായാലും നീ SI ആകുക തന്നെ ചെയ്യും, SI ആയിട്ട് വേണം ഒരുപാട് കള്ളന്മാരെ പ്രതിക്കൂട്ടിലിടാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്തെന്നെ കളിയാക്കിയതാണ്, കളിയാക്കിയതൊന്നല്ല, എൻ്റെ ഭാര്യ മോഷ്ടിക്കുന്നു എന്ന് ഞാൻ നേരിൽ കണ്ടു, പക്ഷേ എൻ്റെ അമ്മ അവളെ സംരക്ഷിച്ചു, അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിന് ഇവിടെ വിലയില്ലല്ലോ, അതുകൊണ്ട് ഇതെല്ലാം കണ്ട് സഹിച്ചും ക്ഷമിച്ചും ഈ വീട്ടിൽ ഞാൻ ചുരുണ്ടുകൂടുകയല്ലാതെ എന്ത് ചെയ്യാൻ, ആ മരണത്തെ എൻ്റെ തലയിൽ ചുമക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നത് കേൾക്കുമ്പോൾ നന്ദുവിന് ഒരുപാട് സങ്കടമാവുകയാണ്.